കേട്ടിട്ടുണ്ട്. ഓ ജീസസ്, നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്നറിയുമ്പോൾ ശിവരാമ, മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു. ഫാദറെ അവൻ അന്വേഷിച്ച ഇടങ്ങളെല്ലാം ഞാനും അന്വേഷിച്ചു. പക്ഷേ ബംഗളൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കളിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാൻ. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത്, ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. ബട്ട് എവിടെയായാലും അവനെ ഞാൻ കണ്ടെത്തും ഫാദർ. ഗോഡ് ബ്ലസ് യു. താങ്ക്സ് ഫാദർ. നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോർത്താ ഞാനിത് ഇതുവരെ പറയാതിരുന്നത്. സാഗറെ, അവൾക്ക് സൗഹൃദം പണത്തോടാ. ഹിമയെ വീണ്ടും സച്ചിന്റെ അടുത്ത് എത്തിച്ചതും അതുതന്നെയല്ലേ? പിന്നെ നീ എന്തിനാ അവൾക്ക് പിന്നാലെ? ഇതെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ സജന? ആ ദിലീപ് സുന്ദരത്തിന്റെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു വഴിയെ ഇപ്പൊ അവൾക്ക് ആവശ്യം. നീയോ ആ ശിവരാമനോ അറിഞ്ഞാ വേണ്ടടാ. അവൾ ഇതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഓക്കെ, ഞാൻ പോവാം. എന്താ മനോഹര, കാണണമെന്ന് പറഞ്ഞത്? സാർ, എൻ്റെ ഒരു സംശയമാണ്. മേരിക്കൊപ്പം മാധവനെയും കാണാതായിട്ടുണ്ട്. അതായത് മാധവനും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ സച്ചിന്റെ ഇരകൾ പെൺകുട്ടികൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ സാർ? ദാറ്റ് ഈസ് വേർ യു ആർ റോങ്. മാധവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. മേരിയെ കൊല്ലുന്നതിന് മാധവൻ തടസ്സമാകുമെന്ന അവസ്ഥയിൽ അത് സംഭവിച്ചതായി കൂടെ. പാരൻസിന്റെ മരണത്തിന് കാരണക്കാരിയായ മേരി, തന്നെ വശീകരിക്കാൻ ശ്രമിച്ച സിസിലി, അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് സാർ. സ്നേഹിച്ചു വഞ്ചിച്ച സ്ത്രീകളെ അയാൾ ടാർഗറ്റ് ചെയ്തു. പക്ഷേ സാർ, കേട്ടിടത്തോളം ഈ കാണാതായ ഹിമയും മീരയും അത്ര മോശം ക്യാരക്ടേഴ്സ് ആയിരുന്നോ? പക്ഷേ സച്ചിനും ഹിമയുമായി എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളതായി നമുക്ക് സൂചനകളൊന്നുമില്ല. എന്താ സാഗറെ? സോറി ശിവൻജി, ഹിമയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ എനിക്ക് ശിവൻജി ഇങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിക്കേണ്ടി വന്നു. ഹിമയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കടക്കണിയിലായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന് എന്താണ് പ്രസക്തി? ഹൂ ഈസ് ഹി? സാഗറിനെ ആളെ അറിയാമോ? വ്യവസായിയും പ്ലാനറുമായ ഒരു സച്ചിൻ ജേക്കബ്. മനോഹര സർ, സച്ചിന്റെയും സജിനയുടെയും ഫോണിലേക്ക് വരുന്ന കാളുകളുടെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്നും ഇന്ന് തന്നെ കളക്ട് ചെയ്യണം. യെസ് സർ. എനിക്ക് ഇമ്മീഡിയറ്റ് ആയി ഫാദർ ഒന്നും കൂടി കാണണം സർ. ഈ ടവറിലൊന്ന് ചെക്ക് ചെയ്തേ. സാർ, മീരയുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കൊറവൻമല ടവറിൽ നിന്നാണ്. ഹലോ ഹലോ ഹലോ, ഷിറ്റ്, റേഞ്ച് ഇല്ല. ഹലോ ഹരി, ഞാൻ എസ് എ മനോഹരനാ. എന്താ സാർ? ശിവരാമ സാർ അവിടെ വന്നിരുന്നോ? ഇല്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ സാർ? ഹരി, നിങ്ങളുടെ വൈഫ് കുറവമ്മല എന്ന സ്ഥലത്താന്ന് വിവരം കിട്ടി. സച്ചിനോടൊപ്പമാണെങ്കിൽ അത് അപകടമാണ്. സാറിന് കിട്ടിയ വിവരം പാസ് ചെയ്യണം. ഓക്കെ. കുറവൻമല. ഹിമ സച്ചിന്റെ കസ്റ്റഡിയിലാണെന്ന് ബോധ്യപ്പെട്ട നിലയ്ക്ക് മീരയുടെ കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട ശിവരാമൻ. മനോവൈകല്യത്തിന്റെ ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ അവൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു വൈദികന്റെ സ്നേഹത്തിലും പരിചരണത്തിലും, അതും ഒരു ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഒരാള് ഇങ്ങനെയൊക്കെ ആവുമോ ഫാദർ? ന്യൂയോർക്കിലെ ഒരു ബാങ്ക് കാഷ്യറായ തിമോത്തി വില്യംസ്
ആ നഗരത്തെ നടുക്കിയ സെക്ഷൽ മർഡർ കേസുകളിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു. ഉം. അയാളും വളർന്നത് പീറ്റർ ഗ്രാൻഡ് എന്നൊരു വൈദികന്റെ അനാഥാലയത്തിലായിരുന്നു. സച്ചിൻ രണ്ടാനമ്മയുടെയും തിമോത്തി സ്വന്തം അമ്മയുടെയും പിഴച്ച ജീവിതം കണ്ടാണ് വളർന്നത്. ഒരു വൈദികന്റെ സാന്നിധ്യത്തിനോ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിനോ ഇത്തരക്കാരെ തിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി ഫാദർ. ഞാൻ ഇപ്പോൾ വന്നത് പ്രധാനമായും മറ്റൊരു കാര്യത്തിൽ ഫാദറിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. ആ ക്രിമിനോളജിയിലെ ഒരു റെഫറൻസ് ബുക്കിൽ വായിച്ചതാ. 9 കാമുകിമാരെ സെക്ഷുവലായി യൂസ് ചെയ്ത ശേഷം ക്രൂരമായി കൊല ചെയ്ത ക്രിസ്റ്റം റോഫ് എന്ന ആളെ പറ്റി. യെസ്, റൂഫും ആ കൊലപാതകങ്ങൾ അത്രയും നടത്തിയത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വന്തം വേനൽക്കാല വസതിയിൽ വെച്ചായിരുന്നു. അതെ, 400 കിലോമീറ്റർ അകലെയുള്ള ഏരിയയെ പോലും കൊല ചെയ്യാൻ വേണ്ടി അയാൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സച്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നോസ്റ്റാൾജിയ തോന്നാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഉണ്ടാവോ? ശിവരാമൻ, ദാറ്റ്സ് എ ബ്രില്യൻ ക്വസ്റ്റ്യൻ. ഇപ്പോ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നു. അവന് പിതൃസ്വത്തായി കിട്ടിയ ഒരു സ്ഥലമുണ്ട്, അവന്റെ ഇഷ്ടസങ്കേതം കുറുവൻ മല. യെസ് ഫാദർ, എനിക്ക് അത്തിരി അറിഞ്ഞാൽ മതി. ഷുവർ ഫാദർ, ഹിൽ ബി ദേർ ഓൺലി. ഞാൻ പോട്ടെ. ഇതേതാ സിഗ്നൽ? സാർ, ഈ സച്ചിന്റെ ഫോൺ ഇപ്പോൾ ടൗൺ പരിധിയിലെ ടവറുകളിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. സിഗ്നൽ വേരിയേഷൻ കാണിക്കുന്നുണ്ടല്ലോ ശ്രീത്തെ. എന്റെ ഊഹ ശരിയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു യാത്രയിലായിരിക്കണം. സജന, സച്ചിൻ കൊള്ളാം. ഞാൻ ഹിമേ സച്ചിനെയും എത്ര വട്ടം മാറി മാറി വിളിച്ചു, കിട്ടുന്നേ ഇല്ല. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ റേഞ്ച് കുറവാ. സച്ചിൻ എന്താ ഇപ്പൊ വന്നത്? കാര്യമുണ്ട്. സജന ഒന്ന് വരൂ. എന്താ പ്രോബ്ലം? ചെക്കും പുതിയ അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽ മേടിക്കാൻ മീര ഒരാളെ വിടുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ആ, അത് മറ്റാരുമല്ല, ഞാനാ. ഹിമയും മീരയും എന്റെ കൂടെയുണ്ട്. സജന എന്റെ ഒപ്പം ഒന്ന് വരണം. ചില പ്രശ്നങ്ങളുണ്ട്. എന്താ സച്ചിൻ? പ്ലീസ്, എല്ലാം ഞാൻ പറയാം. ഒന്ന് വരുമോ? സജനയുടെ ഓഫീസല്ലേ? അതെ സാർ. സജന എവിടെ? ഇപ്പൊ സച്ചിൻ സാറിന്റെ കൂടെ പുറത്തു പോയി സാർ. ഹലോ സാർ, ആരും മനോഹര. മീരയ്ക്ക് പോയൊരു മെസ്സേജ് ഡെലിവറി ചെയ്തിരിക്കുന്നത് കുറവുമലയിലാ. മറ്റൊരു ഷോക്കിംഗ് ന്യൂസ്, സജനയും ഇപ്പോ സച്ചിന്റെ കസ്റ്റഡിയിലാണ്. ഓ മൈ ഗാഡ്. മനോഹര, ഞാൻ കുടവൻമലയ്ക്ക് പോകുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ? അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു.